ഓ, ഇന്ന് കരുതിയാണല്ലോ വന്നിരിക്കണേ. എല്ലാം ഞങ്ങളുടെ വയസ്സിന് പിടിക്കില്ലേ? മുതലാളിമാർക്ക് മാത്രം സൂചിച്ചാൽ മതി എന്നാണോ ദാക്ഷായണി ചേച്ചിയുടെ വിചാരം? എല്ലാവരും കൂടി സൂചിച്ചോ, പിള്ളേരുടെ വയറ്റിന്റെ കാര്യം കൂടി നോക്കണം. നീ തീരുമാനം പറയാ, പോയി ക്ലാസ് എടുത്തോണ്ടോ പോ. ഇന്ന് മുതലാളിയുടെ വീട്ടിൽ പലതും നടക്കൂടാ വരാ. പിന്നെ നടക്കാതിരിക്കോ? തിന്ന് മതിച്ചോണ്ട് നടക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിയല്ലേ ഫസ്റ്റ് ക്ലാസ് സാധനം അടിച്ചോണ്ട് തുണിയില്ലാത്ത ഡാൻസ് കാണുന്നത്. അപ്പൊ എല്ലാം നടക്കും. നിങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നത്? ആ ഭാഗ്യം, അവന്റെ എല്ലാം ഭാഗ്യം എന്നും ഇങ്ങനെ നിക്കില്ല. വെള്ളമില്ലേ? വെള്ളം ഒന്നും ചേർക്കാനില്ലടാ. പോയി ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചാലേ തലയ്ക്കൊരു ചെറിയ പെരുപ്പെങ്കിലും തോന്നും. നാക്കേല് വെക്കാൻ ഒന്നുമില്ലേ ദാക്ഷായണി ചേച്ചി? ഒരു മുളകെങ്കിലും ചുട്ടു തന്നെ. മുളക് മാത്രം ചുട്ടുകാരാ, വേറെ ഒന്നുമില്ല. ആ കേട്ടോടാ തോമസേ, ചുട്ട മുളകും കൂട്ടി വാറ്റിയാരെ അടിക്കുന്ന സുഖം മോലാലയുടെ ഇറച്ചിക്കും മുട്ടയ്ക്കും ബ്രാൻഡിക്കൊന്നും വരില്ലടാ. തരം ചേച്ചി മുളക് അരിക്കല്ലേ, തുമ്മിയാലേ തുപ്പലേറി. അതല്ല ഉള്ള ലഹരി പോവും. എന്താണ് ഇത്? മുതലാളിയുടെ പുറപ്പോ? മുതലാളി മരിച്ചുപോയി. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഓ, അപ്പൊ അങ്ങേർക്ക് ഉണ്ടായിരുന്ന ഇത് ഹാർട്ട്? ആ, ഇന്നലെ രാത്രി കണ്ടാനും കുടിച്ചു കാണും. എന്തിനാ? ഇന്ന് ദുഃഖാചരണമാണ്. അയ്യോ, എനിക്ക് യാതൊരു ദുഃഖവും. ഒരു മുതലാളി മരിച്ചാല് അത്രയും സന്തോഷം. ഇന്ന് കമ്പനി മുടക്കാണ്, ശമ്പളത്തോട് കൂടിയുള്ള അവധിയാ. സന്തോഷം. ബാല ചുമ്മാ ഇടുന്ന കാശല്ലേ, ഒരു ചായ കുടിച്ചിട്ട് വരാം. പത്രപ്രതികൾ ആരൊക്കെയാണുള്ളത്? നിങ്ങൾ ഏതിന്റെയാ? ഗോമതി, ടൈംസ്, എക്സ്പ്രസ്, വാർത്ത. വർഗീസ്, അച്ഛന് അതിഗംഭീരമായ ശവസംസ്കാര ചടങ്ങ് ഏർപ്പെടുത്തണം. ചന്ദന വിറകിലായിരിക്കണം ശവം സംസ്കരിക്കേണ്ടത്. അതിനെന്ത് ചിലവായാലും അത് കണക്കിലെടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടും മറ്റും നാളത്തെ പത്രത്തിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇതിനെന്ത് ചിലവാകുമെന്ന് നോക്കേണ്ട കാര്യമില്ല. SR ടൈൽസ് ഉടമസ്ഥന്റെ അന്തസ്സിനൊത്തതായിരിക്കണം ശവസംസ്കാര ചടങ്ങ്. ചോദിച്ചത് കേട്ടില്ലേ? പണിക്ക് പോയി കൂലി കിട്ടും. അവർക്ക് കൂലിയാണ് ആവശ്യം, മുതലാളി കൊടുത്തതല്ല. എന്താടാ നിന്റെ മുതലാളി കേട്ടാ? എവിടുന്നേ, അങ്ങേർക്ക് ഇരു ജീവനല്ലേ. ഏതായാലും ഈ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ കൊടി സൂക്ഷിച്ച് വെക്കാൻ പോവുക. എന്റെ കുഞ്ഞുമലയാളിക്ക് എപ്പോഴാണ് എന്താ വരുമെന്ന് അറിയില്ലല്ലോ. എടാ, അപ്പൊ ഞാനും മരിക്കണമെന്ന് നിന്റെ ആഗ്രഹം അല്ലേ? ഇന്ന് ഞാനല്ലേ ഞാൻ തിരിച്ചുവിടി. ഞാൻ അവൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞില്ല, അവൻ പറഞ്ഞു നിങ്ങൾ ചെത്തുപോകും. എന്നാൽ ഇവനത് പറയാമോ കേശവ? മുതലാളിമാരോട് തൊഴിലാളികൾക്ക് ഒരു സ്നേഹവുമില്ല. ഈ പണം ഞാൻ പിരിച്ചുവിടും. മുതലാളിമാര് ആർട്ടിസ്റ്റ് കഴിച്ചാ മരിക്കുന്നത്. അതെ, മുതലാളിമാരൊക്കെ അങ്ങനെ മരിക്കൂ. അങ്ങനെയാണല്ലേ ഇത് സൂക്ഷിച്ചു വെച്ചേക്ക്, ആവശ്യത്തിന് എടുക്കാമല്ലോ. ആ ചാടുന്നതിന് മുമ്പ് വേറെ രണ്ട് ചായ അടിക്കാം. എഴുന്നേറ്റ് വേടാ. ഈ കൊടി കെട്ടിയാ പിന്നെ അഴിക്കണ്ട. മുതലാളി മരിക്കുന്നവരെ പറക്കട്ടെ. മുതലാളി ചത്ത അറിഞ്ഞില്ലേ? അറിഞ്ഞ്. നമ്മുടെ കേശവൻ ഇവിടെ വന്നില്ലേ? ആ കേശവനൊക്കെ ഇവിടെ വന്നിരുന്നു. വേണ്ട ഉണ്ടായി, വെറുതെ തന്നെ കാശ് കളയില്ലേ പോയത്. ഇതിലെ അങ്ങോട്ടാ പോയത്. ഇത് ഏതിന്റെയാടാ? ഇത് നിനക്ക് പമ്പിന്റെ അല്ലേ? എന്നാ ഇത് നേരത്തെ പറഞ്ഞ് തൊലക്കണ്ടേ? ഞാൻ കിടന്ന് ഇതുമ്പോ പണിപ്പെടുന്നത് നീ കണ്ടില്ലേ? അച്ഛൻ പറഞ്ഞിട്ടില്ല ഞാനത് കൊണ്ടുവന്ന്. നീ എന്റെ കൂടെ ജോലി ചെയ്യുന്നു, എനിക്ക് വല്ല സംശയവും തീർക്കാൻ വേണ്ടിയിട്ടാണ്. എടാ, ഞാൻ ശിഷ്യനായിട്ട് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോ എന്റെ ഗുരുവിന് സംശയം ഉണ്ടാവില്ല, കാരണം എല്ലാം ഞാൻ ചെയ്യും. നിന്നെ എന്തിന് കൊള്ളാം? ആശാനല്ലേ എന്നെ ഇതെല്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ആയത്. ഞാൻ ഇത് എന്തോ ചെയ്യും.
നമസ്കാരം സാർ. താൻ എന്തോടോ കാണിക്കുന്ന അവിടെ? ഈ ട്രാൻസ്ഫോമറിന്റെ കേബിളിലെ കരണ്ടിന്റെ കരടുണ്ട്, അതൊന്ന് ശരിപ്പെടുത്താൻ വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. ഇപ്പൊ ശരിയാക്കട്ടെ. താനിങ്ങി വാ, ഇങ്ങി വാ. എന്താ കാണിക്കുന്നേ? ഞാനേ സാർ അച്ഛനുള്ള കാലത്ത് എന്തൊക്കെയോ ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം തൊട്ടിട്ടില്ല, വളരെ പഴയതായി. തന്നെയല്ല ഇതിന്റെ അകത്ത് മൂർക്കം, പാമ്പി, എലി, തൊരപ്പൻ, പെരിച്ചാഴി സകല സാധനമുണ്ട്. കുറുക്കം വരെ ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഞാനതൊക്കെ ഒന്ന് അടുക്കും ചിട്ടിയായിട്ട് തന്നെയല്ലേ സാർ, നമുക്കിത് ഒരു കമ്പി ഇട്ടിട്ട് ഇതങ്ങ് വളച്ച് കിട്ടിയാലും എന്താണ് ഈ തെങ്ങിന്റെ കൂടെ ഒന്ന് ആലോചിച്ചിട്ട് സൗകര്യം പോലെ സാറിന്റെ അടുത്ത് വന്ന് പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ. താൻ ഇതിനു മുമ്പ് ട്രാൻസ്ഫോർമർ കണ്ടിട്ടുണ്ടോ? അയ്യോ സാർ, വിയ്യൂർ 2, ആനപ്പാറ 2, ഒല്ലൂർ 2, ചെട്ടിയങ്ങാട് 2, ഇതെല്ലാം ഞാനല്ലേ ചെയ്തിട്ടുള്ളത് സാർ. അവിടെ എല്ലാം കാണാം. സലീം എന്ന് പേര് എഴുതിയിട്ടുണ്ട്. സാറിന് വിശ്വാസമില്ല, പോയി നോക്കി. അതൊന്നും ഇപ്പൊ നടക്കണില്ല. അതോ അത് മെയിന്റെ കുഴപ്പമില്ല, മെയിൻ പബ്ലിക്കിന്റെ കുഴപ്പമാണ്. സ്ട്രൈക്കാണ് സാർ അവിടെ. ഈ പണിയൊക്കെ ചെയ്യാൻ പ്രത്യേക ആളുകളുണ്ട്, ഞാൻ കൊണ്ടുവന്നോളാം. ഞാനിവിടെ ഉള്ളപ്പോ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരുന്നത് എനിക്ക് മോശമല്ല. ഫുൾ യെസ് സാർ. താൻ ആ ചെറിയ പണിയൊക്കെ ചെയ്താൽ മതി. എന്താടാ ഫൂൾ നീച്ചിരിക്കുന്നത്? എന്നെയല്ല നിന്നെയാണ് വിളിച്ചത് ഫൂൾ. അതെങ്ങോട്ടുള്ളതാ? അത് കണ്ണൂർക്ക് പോകാം. എത്രയുണ്ടത്? 4500. എന്താണ് ഇത്ര വൈകിയത്? ഇപ്പൊ ചുളയെന്ന് ഇറക്കിയുള്ളൂ. ആഹാ, ഇയാളാരാ? അയാളൊരു ജോലി ചോദിച്ചു വന്നിരിക്കുക. പിന്നെ ഇപ്പൊ ജോലിയൊന്നുമില്ല, കൊണ്ട് അറിയിക്കാം. അവിടെ കുറെ പേര് ജോലിയില്ലാതെ നിൽക്കുന്നുണ്ടല്ലോ, എത്ര പേര് കാണും? ഒരു 75 പേര് കാണും. ഓഹോ, അവരുടെ പേരൊക്കെ എഴുതി ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഇന്ന് വൈകുന്നേരം തന്നെ എനിക്കത് കിട്ടണം. ഇയാളെന്താ ഈ പണിയില്ലാതെ നിൽക്കുന്നത്? അയാൾ 2 ആഴ്ച ലീവ് വേണമെന്ന് പറഞ്ഞു വന്നിരിക്കും. അതിന്റെ ആവശ്യമില്ല, അയാളെ ഡിസ്മിസ് ചെയ്യൂ. മിസ്റ്റർ ഗോപി, കമോൺ. എന്റെ ഫയൽ എടുത്തോണ്ട് വരും. തല്ലിപ്പൊളി വയറും. നീ മെയിൻ ഓഫാക്കിയിട്ടില്ലേ? ഞാൻ ഓഫ് ആക്കിയിരുന്നു. ആ, പക്ഷെ ഇനി മാനേജർ സാറിന് ഓൺ ചെയ്തെന്നുള്ള അറിയില്ല. മാനേജർ ഓണാക്കിയാൽ ഈ മെയിലൊന്നും നമുക്ക് ഒന്നും പറ്റില്ലടാ. അതറിയാമോ നീ? നീ ഒരു കാര്യം ചെയ്യാതെ ഈ ഹോൾഡർ കൊള്ളില്ല. ഇത് വേണ്ട, ഹോൾഡർ വേണ്ട. നമുക്ക് വയറേല് ബൾബ് എത്തുമെന്നും വേണ്ട വേണ്ട. ഹോൾഡർ ഒന്നും വേണ്ട. നീ ഇതേ പതുക്കെ അങ്ങോട്ട് വെച്ച്. ആ എടാ മാറ്റിയേ, നിന്റെ ആ ചൂളമുറിയിൽ ലൈറ്റ് എത്തണ്ട. നീ ഇങ്ങോട്ട് വാ. നീ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാ. വിവരം ചോദിക്കട്ടെ. നീ അങ്ങ് ക്ഷീണിച്ച് കൊഞ്ചു പോലെ ആയല്ലോടാ. നിനക്ക് എന്തും പറഞ്ഞ ജോലി ചെയ്യാൻ അതിന് സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം മുട്ടിഞ്ഞവനെ. പിന്നെ നീ ശനിയാഴ്ച ഞായറാഴ്ച വന്നില്ലായിരുന്നു. ശനിയാഴ്ച വന്നിട്ടുണ്ടോ? ഞായറാഴ്ച വന്നിട്ട് ഒരാവശ്യമില്ല. അഥവാ വന്ന അവർ ഓവർ ടൈം തരുവാ. അവർ ഓവർ ടൈം തരുമില്ലെന്ന് നമ്മൾ നോക്കണ്ട. നമ്മൾ കമ്പനിയെ സ്നേഹിക്കുക. പിന്നെ നീ ആളല്പം പെശ കാണുന്നു ഇവിടെയൊക്കെ പറയുന്നുണ്ടല്ലോ. തന്നെയല്ല, ആദ്യത്തെ ലിസ്റ്റിൽ നിന്റെ പേരാണ്. ഞാൻ ചെറുവരലിൽ നിർത്തിയേക്കാണ്. നിനക്ക് ഡിപ്പാർട്ട്മെന്റ് മാറണോ? എന്റെ ഇത് വരണോ? ഞാൻ റെഡി. അതല്ല, നിനക്ക് ചൂളെ പോണോ? ഞാൻ വെച്ചു തരാടാ. നിനക്ക് ബെൽറ്റേ പോണോ? അതോ പോക്കോളിലെ കൂടി പോണോ? ഞാൻ വിട്ടുതരാ. കാരണം ഞാൻ മുതലാളിയായിട്ട് സ്വല്പം അടുപ്പത്തിലാണ്. ഞാൻ എന്ത് പറഞ്ഞാലും മുതലാളി ഇത് കേൾക്കും. മുതലാളി ഞാനുമായിട്ട് ഒരു ഹോട്ടലിലും 2 ഉയിരുമായിട്ട് കഴിയാണ്. ഞാൻ ഇന്ന് ഉണ്ണണ്ടെന്ന് പറഞ്ഞാൽ മുതലാളി ഒന്നുമില്ല.
ഇപ്പൊ തന്നെ മാനേജറെ സസ്പെൻഡ് ചെയ്യണോ വേണ്ടേ അത് ഞാൻ ചെറുവരലിൽ നിർത്തിയൊക്കെയാണ്. നിനക്ക് വല്ലുണ്ടി പറ. ഞാൻ തൽക്കാലം എനിക്ക് ആരുടെ സഹായം വേണ്ട. അല്ലെങ്കിൽ ഞാനൊരു സഹായം ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ ശരീരക്കൂറ് കണ്ടിട്ട്. പിന്നെ മാറ്റിയേ, നിന്റെ പെങ്ങളില്ലേ ആനി, അവളുടെ കല്യാണം കഴിച്ചു. ഈ ആനയും പിരിച്ചുവിടലോട്ട് എന്താ ബന്ധമുള്ളത്? ചേട്ടാ, മുട്ടിഞ്ഞവനെ ആനിയെ പിരിച്ചുവിടാനല്ല, ഈ സമയത്ത് പറഞ്ഞ് 100 രൂപയുടെ കാശ് മേടിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. വേണ്ട പണി അടിക്കാതെ കാശ് ഞാൻ മേടിച്ചോളാം. കാലത്തിനനുസരിച്ച് സ്വല്പമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ചില്ലെങ്കിലേ പണി ഔട്ടാവും. അല്ലെങ്കിൽ നീ ഇങ്ങനെ കാലിച്ചിങ്ങനെ ഉണക്കക്കൊള്ളി പോലെ കടന്നോ. ഞാൻ നോക്കിക്കോളാം.